തയമ്മുമിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഒന്നാമത്തത് വെള്ളമില്ലാതിരിക്കുക. വെള്ളം കിട്ടാനില്ല, ആ നാട്ടിൽ നമുക്ക് വുളു ചെയ്യാൻ ആവശ്യമായ വെള്ളമില്ല. രണ്ടാമത്തത് ജീവന് വിലയുള്ള ഏതെങ്കിലും ജീവിക്ക് ദാഹം കാരണം ഏറ്റവും അത്യാവശ്യമായി വരിക. വെള്ളമുണ്ട്, വുളു ചെയ്യാൻ മാത്രമുള്ള വെള്ളമാണ്. വുളു ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു ജീവി വെള്ളം കിട്ടാതെ ദാഹിച്ച് മരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വെള്ളത്തിന് ദാഹിച്ച് വലഞ്ഞു വരുന്നത്. അവർക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് വേണ്ടത്. മൂന്നാമത് വെള്ളം ഉപയോഗിക്കാൻ ധാരാളമുണ്ട്, പക്ഷേ ശരീരത്തിൽ തട്ടിയാൽ ശരീരത്തിന് നാശം സംഭവിക്കും, രോഗം വർദ്ധിക്കും, മുറിവ് കൂടും, അല്ലെങ്കിൽ അവയവങ്ങൾ നഷ്ടപ്പെടും, മരണം സംഭവിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അവിടെ വെള്ളം ഉപയോഗിക്കാതെ തയമ്മും ചെയ്യാവുന്നതാണ്. ഇനി തയമ്മുമിൻ്റെ ഫർളുകളാണ്. ഒന്നാമത്തത് നഖൽ തുറാബ്, മണ്ണ് അടിച്ചെടുക്കുക. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, അവിടെ നല്ല പൊടിക്കാറ്റ് വന്നു, പൊടി ആകെ ശരീരത്തിലായിട്ടുണ്ട്, അത് പറ്റുകയില്ല, നമ്മൾ അടിച്ചെടുക്കുക തന്നെ വേണം. രണ്ടാമത്തത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കുക. 3 മുഖം തടവുക. മുഖം തടകുന്ന സമയത്ത് താടിയുടെ പുറം ഭാഗം, അതേപോലെ തന്നെ മൂക്കിൻ്റെ മുൻഭാഗമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെയൊക്കെ കൈ തട്ടേണ്ടതാണ്. നാലാമത്തത് കൈ രണ്ടും തടവുക. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന മോതിരം പോലെയുള്ളതൊക്കെ ഊരിവെക്കൽ നിർബന്ധമാണ്. അഞ്ചാമത്തത് കൈയിൻ്റെയും മുഖത്തിൻ്റെയും ഇടയിൽ തെർത്തീബ്, ക്രമപ്രകാരം ചെയ്യുക. ആദ്യം കൈ പിന്നെ മുഖം എന്ന രീതിയിലാവാൻ പാടില്ല. ആദ്യം മുഖമാണ് തടവേണ്ടത്, പിന്നെയാണ് കൈ തടവേണ്ടത്.